ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും നേതൃത്വത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പാലായിൽ നടന്നു. ബോധവൽക്കരണ സന്ദേശ റാലി, സന്നദ്ധ രക്തദാന ക്യാമ്പ്, പൊതുസമ്മേളനം, ഫ്ലാഷ് മോബ് എന്നീ പരിപാടികളോടെയാണ് ദിനാചരണം നടന്നത്. പാലാ ളാലം പാലാ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ബോധവൽക്കരണ റാലി പാലാ ഡിവൈഎസ്പിയും പാലാ ബ്ലഡ് ഫോറം ചെയർമാനുമായ കെ സദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാലാ സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം 130ാമത് തവണ രക്തദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ ബ്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ദിനാചരണ സമ്മേളനം പാലാ ഡിവൈഎസ്പിയും പാലാ ബ്ലഡ് ഫോറം ചെയർമാനുമായ കെ സദൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനം തന്നെയാണ്, അതിലൂടെയുള്ള ബോധവൽക്കരണം തന്നെയാണ് ഈ ഒരു രോഗത്തിൻ്റെ വ്യാപനത്തിൻ്റെ റേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ തന്നെയും കുഞ്ഞുങ്ങൾ ആലോചിക്കും, ഈ പറഞ്ഞ ഈ പ്രോഗ്രാം എന്തുകൊണ്ട് ഇതുപോലുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് നടത്തി എന്നുള്ളതാണ്. ഞാൻ അവരുടെ ഒരു കണക്ക് ജസ്റ്റ് നോക്കിയതാണ്, ഗ്രാഫിക് ഒക്കെ നോക്കിയപ്പോൾ അതിലൊരു ഹെഡിങ്ങിൽ യുവതയും HIV-യും എന്നൊരു ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നതാണ്. കണക്കുകൾ പ്രകാരം വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു ഹൈക്കാണ് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള വ്യാപനത്തിൻ്റെ ഒരു തോത് വളർന്നു വരുന്നത്. യങ്സ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു 14-നും 15-നും 24-നും ഇടയ്ക്കുള്ള ആളുകളിൽ HIV-യുടെ ഒരു വ്യാപനത്തിൻ്റെ ക്രമം ഈ 22 മുതൽ 24 വരെ കണക്കനുസരിച്ച് 9% നിന്ന് 12%, 12-ൽ നിന്ന് 14.2%. അതിനുശേഷം ഇപ്പോൾ ഒക്ടോബർ വരെയുള്ള ഒരു വ്യാപനത്തിൻ്റെ ഒരു റേറ്റ് എന്ന് വെച്ചാൽ 15.4%. എന്നുവെച്ചാൽ 100 പേര് അഫക്റ്റഡ് ആയിട്ടുള്ളതിൽ 16ഓളം പേര് യങ്സ്റ്റേഴ്സാണ്. ഈ 15 വയസ്സിനും 24 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകൾ എന്നുള്ളത്. യുവജനങ്ങളാണ് ഈ വ്യാപനത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ വ്യാപനത്തിൻ്റെ മോഡ് ഏതൊക്കെ തരത്തിൽ ഇത് വ്യാപിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിനുപരിയായിട്ട് നമ്മളിപ്പോൾ കാണുന്ന വേറെ ഒരു വളരെ ഭയാനകമായ സംഭവം എന്ന് പറയുന്നത് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇത്രയും ഒരു വ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മയക്കുമരുന്ന്, അതുപോലെയുള്ള അതിൻ്റെ ഉപയോഗത്തെ തുടർന്നുണ്ടാകുന്ന നമ്മുടെ റിതം തെറ്റലാണ്, നമ്മുടെ ആ ഒരു താളം തെറ്റലാണ്. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ MK പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ലെവിന ഡൊമിനിക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസകുമാരൻ, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു, സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ റെജി സക്കറിയ, പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുനിൽ തോമസ്, HDFC ബാങ്ക് ഹെഡ് പ്രദീപ് ജി നാഥ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പരിപാടികൾക്കും രക്തദാന ക്യാമ്പിനും പാലാ ബ്ലഡ് ഫോറം ഡയറക്ടർമാരായ സജി വട്ടക്കനാൽ, സാബു അബ്രാഹം, ബൈജു കൊല്ലംപറമ്പിൽ, ഷാജി മാത്യു തകടിയേൽ, സൂരജ് പാല, രാജേഷ് കുര്യനാട്, ഡൈനോ ജെയിംസ്, ഡോക്ടർ മാമച്ചൻ, വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി.